നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഗവേഷണ ലേഖനങ്ങളും നോട്ടുകളും കണ്ടിട്ട് ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങൾ ഒരു നിഗൂഢതയുടെ ചുരുളഴിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പുതിയ ടീച്ചിംഗ് രീതി കുട്ടികളുടെ മാർക്ക് കൂട്ടിയോ അല്ലെങ്കിൽ ഒരു പുതിയ തെറാപ്പി വിഷാദരോഗം കുറച്ചോ? ഒറ്റ നോട്ടത്തിൽ ഉത്തരം അതേ എന്ന് തോന്നാം. പക്ഷേ ഈ കേസിനെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള മറ്റ് ചില പ്രതികൾ പശ്ചാത്തലത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് കുട്ടികളുടെ നിലവിലുള്ള IQ അല്ലെങ്കിൽ തെറാപ്പി തുടങ്ങുന്നതിന് മുൻപുള്ള രോഗത്തിന്റെ തീവ്രത. ഇന്ന് മാൻകോവ എന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് ടൂൾ ഉപയോഗിച്ച് ഈ പശ്ചാത്തലത്തിലുള്ള സ്വാധീനങ്ങളെ മാറ്റി നിർത്തി യഥാർത്ഥ പ്രതിയെ, അതായത് നിങ്ങളുടെ പഠനത്തിലെ യഥാർത്ഥ സ്വാധീനം എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ മാൻകോവ എന്ന ഉപകരണം? എപ്പോഴാണിത് ഉപയോഗിക്കേണ്ടത്? ഈ അന്വേഷണം നടത്തേണ്ട ശരിയായ വഴികൾ എന്തൊക്കെയാണ്? ഇതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. നമുക്ക് ഈ കേസ് ഏറ്റെടുക്കാം. തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ ആ ഡിറ്റക്റ്റീവ് എന്ന ഉപമ വളരെ ശരിയാണ്. ഒറ്റനോട്ടത്തിൽ സങ്കീർണമായി തോന്നാമെങ്കിലും ഇതിന്റെ അടിസ്ഥാന ആശയം വളരെ ലളിതമാണ്. കുറ്റാന്വേഷണത്തിൽ ഒരുപാട് തെളിവുകൾ ഒരേ സമയം പരിശോധിക്കേണ്ടിവരും. അതെ. അതുപോലെ ഗവേഷണത്തില് ഒന്നിലധികം ഫലങ്ങളെ, അതായത് ഔട്ട്കംസ് ഒരേ സമയം താരതമ്യം ചെയ്യുമ്പോൾ ആ ഫലങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മറ്റു ഘടകങ്ങളെ എങ്ങനെ ബുദ്ധിപരമായി നിയന്ത്രിക്കാമെന്നതാണ് MANCOV നമുക്ക് കാട്ടിത്തരുന്നത്. ഇത് നമ്മുടെ നിഗമനങ്ങളെ കൂടുതൽ കൃത്യവും വിശ്വസനീയവുമാക്കുന്നു. അപ്പോ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങാം. ലളിതമായി പറഞ്ഞാൽ ഈ MANCOV എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലേഖനത്തിൽ ഇതിനെ ANCOVയുടെ ഒരു വലിയ രൂപം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് ശരിയായൊരു താരതമ്യമാണോ? വളരെ ശരിയായൊരു താരതമ്യമാണ്. MANCOV മനസ്സിലാക്കാൻ ആദ്യം ANCOV എന്താണെന്ന് അറിയണം. ANCOV അതായത് അനാലിസിസ് ഓഫ് കോവാരിയൻസ്. ഓക്കെ. അതൊരു ഡിറ്റക്റ്റീവ് ഒരു പ്രധാന തെളിവ് മാത്രം പരിശോധിക്കുന്നത് പോലെയാണ്. ഉദാഹരണത്തിന്, ഒരു പുതിയ ടീച്ചിംഗ് രീതി കുട്ടികളുടെ കണക്കിലെ മാർക്ക് മാത്രം കൂട്ടിയോ എന്ന് നമ്മൾ പഠിക്കുന്നു. പക്ഷെ നമുക്കറിയാം, കുട്ടികളുടെ IQ അവരുടെ മാർക്കിനെ സ്വാധീനിക്കും. ഇവിടെ കണക്കിലെ മാർക്ക് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളും ടീച്ചിംഗ് രീതി ഇൻഡിപെൻഡന്റ് വേരിയബിളുമാണ്. IQ എന്നത് നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന കോവേരിയേറ്റാണ്. ശരി. എൻകോവ ഉപയോഗിച്ച് നമുക്ക് IQന്റെ സ്വാധീനം കണക്കിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ടീച്ചിംഗ് രീതിയുടെ മാത്രം സ്വാധീനം വ്യക്തമാകും. ഇനി മാൻകോവയിലേക്ക് വരാം. മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഓഫ് കോവേരിയൻസ്. ഇവിടെ ഡിറ്റക്റ്റീവ് ഒരു തെളിവല്ല, മറിച്ച് ഒരു കൂട്ടം തെളിവുകൾ ഒരേ സമയം പരിശോധിക്കുകയാണ്. നമ്മുടെ ഉദാഹരണത്തിൽ ടീച്ചിംഗ് രീതി കണക്കിലെ മാർക്കിനെ മാത്രമല്ല, DV1. അതെ, DV1, അതുപോലെ സയൻസിലെ മാർക്കിനെയും, അതായത് DV2, പിന്നെ വായനാശേഷിയും DV3 എങ്ങനെ സ്വാധീനിച്ചു എന്ന് പഠിക്കണം. ഓക്കെ. അപ്പോൾ ഒന്നിലധികം ഔട്ട്കംസ്. കൃത്യം. ഇവിടെ നമുക്ക് 3 ഡിപ്പെൻഡന്റ് വാരിയബിളുകളുണ്ട്. ഈ 3 വാരിയബിളുകളെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള IQ എന്ന കോവാരിയേറ്റിനെ നിയന്ത്രിക്കാൻ നമ്മൾ മാൻകോവ ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒന്നിലധികം ഔട്ട്കമുകൾ പഠിക്കുമ്പോൾ മറ്റു ഘടകങ്ങളുടെ സ്വാധീനം ഒഴിവാക്കാനുള്ള ശക്തമായ ഒരു ടൂളാണിത്. ഓക്കെ, അത് വളരെ വ്യക്തമായി. നിങ്ങൾ നൽകിയ ഈ നോട്ടുകളിൽ വിഷാദരോഗത്തിനുള്ള 2 തരം തെറാപ്പികളെ താരതമ്യം ചെയ്യുന്ന ഒരു പഠനമുണ്ട്. അവിടെ അവർ രോഗികളുടെ സന്തോഷവും, അതായത് DV1, ഉത്കണ്ഠയും DV2 അളക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തെറാപ്പി തുടങ്ങുന്നതിന് മുമ്പുള്ള രോഗത്തിന്റെ തീവ്രത ഒരു കോവേരിയേറ്റായി അവർക്ക് ഉപയോഗിക്കാമായിരുന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ തെറാപ്പിയുടെ മാത്രം സ്വാധീനം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു. കൃത്യമായി. അതൊരു മികച്ച ഉദാഹരണമാണ്. കാരണം തുടക്കത്തിൽ തന്നെ രോഗം കുറവുള്ളവർ സ്വാഭാവികമായും പെട്ടെന്ന് മെച്ചപ്പെടാമല്ലേ? ശരിയാണ്. ഒരു സ്വാധീനം ഒഴിവാക്കിയാൽ മാത്രമേ 2 തെറാപ്പികളും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതിന്റെ പ്രധാന ഉപയോഗങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ വർദ്ധിപ്പിക്കുക. പവർ? അതെ. അതായത് കോവേരിയേറ്റ് ഉണ്ടാക്കുന്ന ഒരു ബഹളം കുറയ്ക്കുന്നതിലൂടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും കണ്ടെത്താനുള്ള നമ്മുടെ കഴിവ് വർദ്ധിക്കും. ഓക്കെ. 2, നിങ്ങൾ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ ക്രമീകരിക്കുക. റാൻഡമായി ഗ്രൂപ്പുകൾ തിരിക്കാൻ സാധിക്കാത്ത പഠനങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. കൊള്ളാം. അപ്പോൾ ഇത് ശരിക്കും ഒരു സർജന്റെ കത്തി പോലെയാണ്.
വളരെ ശക്തമാണ്, പക്ഷെ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാം. അതെ. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട ചില നിയമങ്ങൾ അല്ലെങ്കിൽ അസംഷൻസ് ഉണ്ടാകുമല്ലോ. ആ നിയമങ്ങളുടെ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ ഇതൊരു വലിയ കടമ്പയാണെന്ന് തോന്നുന്നു. ഉണ്ട്. ആ കടമ്പകൾ വളരെ പ്രധാനമാണ്. പക്ഷെ അതിനെ ഒരു ലിസ്റ്റായി കാണുന്നതിനു പകരം ഈ ടൂൾ ശരിയായി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട, പലരും തെറ്റിദ്ധരിക്കുന്നൊരു നിയമമുണ്ട്: ഹോമോജീനിറ്റി ഓഫ് റിഗ്രഷൻ. ഹോമോജീനിറ്റി ഓഫ് റിഗ്രഷൻ. അതെ, പേര് കേട്ട് പേടിക്കേണ്ട, ആശയം ലളിതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമെടുക്കാം. IQ, അതായത് കോവേരിയേറ്റ്, കൂടുമ്പോൾ മാർക്ക് കൂടും. ശരി. ഈ നിയമം പറയുന്നത് IQവും മാർക്കും തമ്മിലുള്ള ഈ ബന്ധം 2 ടീച്ചിംഗ് രീതികൾ പഠിച്ച ഗ്രൂപ്പുകളിലും ഒരുപോലെ ആയിരിക്കണം എന്നാണ്. ഒന്ന് നിൽക്കൂ, അതെപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ? ഒരു ടീച്ചിംഗ് രീതി ഉയർന്ന IQ ഉള്ള കുട്ടികൾക്ക് കൂടുതൽ ഫലപ്രദമാവുകയും മറ്റൊന്ന് കുറഞ്ഞ IQ ഉള്ള കുട്ടികൾക്ക് കൂടുതൽ ഫലപ്രദമാവുകയും ചെയ്താലോ? നല്ല ചോദ്യം. അപ്പോ ഈ ബന്ധം 2 ഗ്രൂപ്പിലും വ്യത്യസ്തമാവില്ലേ? അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ മുഴുവൻ വിശകലനവും അതോടെ തെറ്റുവോ? വളരെ നല്ല ചോദ്യം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, അതെ, ഈ നിയമം ലംഘിക്കപ്പെടും. അപ്പോൾ നമുക്ക് മാൻകോവ അതിന്റെ സാധാരണ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണം കോവേരിയേറ്റിന്റെ സ്വാധീനം എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഒരേപോലെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറയ്ക്കേണ്ട അളവ് മറ്റേ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഓക്കേ. പക്ഷെ ഇവിടെയാണ് ഒരു രസകരമായ കാര്യമുള്ളത്. ഇതിനെ ഒരു പ്രശ്നമായി കാണുന്നതിനു പകരം ഇതൊരു പുതിയ കണ്ടെത്തലായി നമുക്ക് കാണാം. അതിനെക്കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം. കൊള്ളാം. തൽക്കാലം മാൻകോവ ഉപയോഗിക്കാൻ ഈ ബന്ധം എല്ലാ ഗ്രൂപ്പിലും ഒരുപോലെ ആയിരിക്കണം എന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ. അപ്പോ ഈ പ്രധാന നിയമം കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ളവയെ നമുക്ക് പൊതുവായ ഡാറ്റ ശുചിത്വ നിയമങ്ങൾ എന്ന് വിളിക്കാം. ഡാറ്റ ഹൈജീൻ. അതെ. ഉദാഹരണത്തിന് ഹോമോജീനിറ്റി ഓഫ് വേരിയൻസ് കോവേരിയൻസ് മെട്രിസസ്. ആ പേര് കേൾക്കുമ്പോഴേ ഒരു പേടി തോന്നുന്നു. പേര് കേട്ട് പേടിക്കണ്ട. സംഭവം സിമ്പിളാണ്. ഇതിനെങ്ങനെ ചിന്തിക്കാം: ഓരോ ഗ്രൂപ്പിലെയും ഡേറ്റ പോയിന്റുകൾ ഒരുമിച്ച് ആകാശത്തിലെ ഒരു മേഘം പോലെയാണെന്ന് കരുതുക. ഓക്കെ. ഈ നിയമം പറയുന്നത് എല്ലാ ഗ്രൂപ്പുകളുടെയും മേഘങ്ങൾക്ക് ഏകദേശം ഒരേ ആകൃതിയും വലിപ്പവുമായിരിക്കണമെന്നാണ്. ഒന്നിന്റെ മേഘം നീണ്ടുമെലിഞ്ഞും മറ്റൊന്നിന്റെ ഉരുണ്ടുമിരുന്നാൽ ഈ നിയമം ലംഘിക്കപ്പെടും. ഇത് പരിശോധിക്കാൻ ബോക്സസ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളുണ്ട്. മേഘത്തിന്റെ ഉപമ കൊള്ളാം, മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. മറ്റെന്തെങ്കിലും ഉണ്ട്. മൾട്ടികോലിനിയാരിറ്റിയുടെ അഭാവം, അതായത് നമ്മുടെ കോവേരിയേറ്റുകൾ തമ്മിൽ വലിയ ബന്ധം പാടില്ല. ഉദാഹരണത്തിന് IQവിനോടൊപ്പം കുട്ടികളുടെ മുൻവർഷത്തെ മാർക്കും നമ്മൾ കോവേരിയേറ്റായി എടുത്താൽ ഇവ രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ടാകാം. ശരിയാണ്. നമ്മുടെ മോഡലിനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഡാറ്റയിൽ അസാധാരണമായ വിലകൾ, അതായത് ഔട്ട്ലയേഴ്സ് ഉണ്ടാകരുത്, വേരിയബിളുകൾ തമ്മിലൊരു നേർരേഖയിലുള്ള ലീനിയർ ബന്ധം വേണം എന്നിങ്ങനെയുള്ള ചില അടിസ്ഥാന നിയമങ്ങളുമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം പാലിച്ചതെന്ന് കരുതുക. നമ്മുടെ ഡാറ്റ പെർഫെക്റ്റ് ആണ്. ഇനി അടുത്ത പടി എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഈ വിശകലനം കമ്പ്യൂട്ടറിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ആ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലൂടെ ഒന്ന് കൊണ്ടുപോകാമോ? തീർച്ചയായും. ആദ്യത്തെ ഘട്ടം നമ്മളിപ്പോൾ സംസാരിച്ച നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഹോമോജീനിറ്റി ഓഫ് റിഗ്രഷൻ, അസംഷൻ ചെക്കിംഗ്. അതെ, ഇത് ചെയ്യാതെ മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ല. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം: പ്രധാന വിശകലനം, മെയിൻ അനാലിസിസ്. ഇവിടെയാണ് നമ്മൾ മാൻകോവ റൺ ചെയ്യുന്നത്. SPSS പോലുള്ള സോഫ്റ്റ്വെയറുകളിൽ ഇത് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിന്റെ ഫലമായി നമുക്ക് വിൽക്സ് ലാംഡ പോലുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും. ഈ വിൽസ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിംഗിൾ നമ്പറാണോ? ആ നമ്പർ നോക്കിയാൽ നമ്മുടെ ഗ്രൂപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ? അതെ, ഒരു തരത്തിൽ അങ്ങനെ പറയാം. വിൽക്സ് ലാംഡ എന്നത് ഒരു ഓംനിബസ് ടെസ്റ്റാണ്. ഓംനിബസ് ടെസ്റ്റ്, അതായത് കോവേരിയേറ്റുകളുടെ സ്വാധീനം ഒഴിവാക്കിയ ശേഷം നമ്മുടെ എല്ലാ ഡിപ്പെൻഡന്റ് വേരിയബിളുകളെയും ഒരുമിച്ച് പരിഗണിച്ച് ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഒറ്റയടിക്ക് പറയുന്ന ഒരു സംഖ്യയാണിത്. ഡിറ്റക്റ്റീവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കേസിൽ എന്തോ ഒരു തുമ്പുണ്ട് എന്ന് പറയുന്നത് പോലെയാണിത്.
പക്ഷേ ആ തുമ്പ് എന്താണെന്നോ എവിടെയാണെന്നോ അത് പറയില്ല. ആ ടെസ്റ്റ് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ അതിനർത്ഥം ഗ്രൂപ്പുകൾ തമ്മിൽ എവിടെയോ ഒരു വ്യത്യാസമുണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു തുമ്പ് കിട്ടി, കേസിൽ എന്തോ ഉണ്ട്. പക്ഷെ അത് പോരല്ലോ. ഏത് ടീച്ചിങ് രീതിയാണ് ഏത് വിഷയത്തിലെ മാർക്കിനെയാണ് കൂട്ടിയത് എന്ന് കൃത്യമായി അറിയണ്ടേ? അതെ, തീർച്ചയായും. അപ്പോ നമ്മുടെ അന്വേഷണത്തിൽ അടുത്ത ഘട്ടം എന്താണ്? ഇവിടെയാണ് പലരും തെറ്റുവരുത്തുന്നത്. ഒരു തുമ്പ് കിട്ടിയാൽ അടുത്തതായി നമ്മൾ ഫോളോ അപ്പ് വിശകലനങ്ങൾ നടത്തണം. ഫോളോ അപ്പ് അനാലിസിസ്. ശരി. ഒരു സാധാരണ വഴി ഓരോ ഡിപ്പെൻഡന്റ് വേരിയബിളിനും, അതായത് കണക്ക്, സയൻസ്, വെവ്വേറെ ആൻകോവ നടത്തുക എന്നതാണ്. പക്ഷേ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണ്? ഇതിനെ ടൈപ്പ് 1 എററിന്റെ പ്രശ്നം എന്ന് പറയും. ടൈപ്പ് 1 എറർ? അതെ, ഇതൊരു ലോട്ടറി പോലെയാണ്. നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അടിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ 100 ടിക്കറ്റ് എടുത്താലോ? സാധ്യത കൂടും. അതെ, അതുപോലെ നമ്മൾ ഓരോ ഡിവിക്കും വെവ്വേറെ ടെസ്റ്റ് ചെയ്യുമ്പോൾ യാദൃച്ഛികമായി ഒരു വ്യത്യാസം കണ്ടെത്താനുള്ള സാധ്യതയും കൂടും. യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു വ്യത്യാസം ലോട്ടറി അടിച്ച പോലെ നമ്മൾ കണ്ടെത്തിയേക്കാം. ഇത് നമ്മുടെ നിഗമനങ്ങളെ തെറ്റിക്കും. കൊള്ളാം. ആ ലോട്ടറി ഉദാഹരണം കാര്യം വ്യക്തമാക്കുന്നു. അപ്പോ ഈ അപകടം ഒഴിവാക്കാൻ കൂടുതൽ കൃത്യമായ മറ്റു വഴികളുണ്ടോ? ഉണ്ട്. അതിനൊരു മികച്ച വഴിയാണ് റോയ് ബാർഗ്മൻ സ്റ്റെപ്പ് ഡൗൺ അനാലിസിസ്. റോയ് ബാർഗ്മൻ സ്റ്റെപ്പ് ഡൗൺ അനാലിസിസ്? അതെ, ഇതൊരു ചിട്ടയായ അന്വേഷണ രീതിയാണ്. ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളുകൾക്ക് പ്രാധാന്യമനുസരിച്ച് ഒരു ഓർഡർ നൽകും. തിയറിയുടെ അടിസ്ഥാനത്തിലോ? അതെ, തിയറിയുടെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന്, നമ്മുടെ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം കണക്കിലെ മാർക്ക് കൂട്ടുക എന്നാണെങ്കിൽ അതിന് 1ാം സ്ഥാനം നൽകും. സയൻസിലെ മാർക്കിന് 2ാം സ്ഥാനം. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിയിൽ, അതായത് കണക്കിൽ, ഒരു ആൻകോവ നടത്തും. അതിനുശേഷം 2ാമത്തെ ഡിവി, അതായത് സയൻസ്, പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഡിവിയെ, കണക്കിലെ മാർക്കിനെ, കൂടിയൊരു കോവേരിയേറ്റായി പരിഗണിക്കും. അതായത് സയൻസിലെ മാർക്കിലുള്ള വ്യത്യാസം പഠിക്കുമ്പോൾ നമ്മൾ ഐക്യുവിന്റെ സ്വാധീനം മാത്രമല്ല കണക്കിലെ മാർക്കിന്റെ സ്വാധീനവും ഒഴിവാക്കുന്നു. ഒരു സംശയം. ഈ സ്റ്റെപ്പ് ഡൗൺ അനാലിസിസിൽ വേരിയബിളുകളുടെ പ്രാധാന്യം തീരുമാനിക്കുന്നത് ഗവേഷകനല്ലേ? അതെ. അതൊരു പക്ഷപാതപരമായ നിഗമനത്തിലേക്ക് നയിക്കില്ലേ? അതായത് തനിക്ക് ആവശ്യമുള്ളൊരു ഫലം കിട്ടാൻ വേണ്ടി ഒരു ഗവേഷകന് ഈ ഓർഡറിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലേ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. അതെ, ആ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഓർഡർ തീരുമാനിക്കുന്നത് ഡേറ്റ വിശകലനം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ പഠനത്തിന്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം എന്ന് പറയുന്നത്. പ്രീ രജിസ്ട്രേഷൻ. അതെ, മികച്ച ഗവേഷകർ തങ്ങളുടെ പഠന പദ്ധതി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യും. അതിൽ ഈ ഓർഡർ വ്യക്തമായി പറഞ്ഞിരിക്കും. അല്ലാതെ ഡേറ്റ കണ്ടതിന് ശേഷം തനിക്ക് അനുകൂലമായ ഫലം കിട്ടാൻ വേണ്ടി ഓർഡർ മാറ്റുന്നത് തീർച്ചയായും തെറ്റായൊരു പ്രവണതയാണ്. അത് അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നത് പോലെയാണ്. ഇത് വളരെ സങ്കീർണമാണെന്ന് തോന്നുന്നു. സാധാരണയായി ഗവേഷകർ വരുത്തുന്ന മറ്റു തെറ്റുകൾ എന്തൊക്കെയാണ്? ഈ ടൂൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ഏറ്റവും സാധാരണയായി കാണുന്ന ഒരു തെറ്റിദ്ധാരണ എന്തെന്നാൽ കൂടുതൽ കോവേരിയേറ്റുകൾ ചേർക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ്. ചിലർ തങ്ങളുടെ കയ്യിലുള്ള എല്ലാ വേരിയബിളുകളെയും കോവേരിയേറ്റുകളായി മോഡലിലേക്ക് ചേർക്കും. ഇതിനെ കിച്ചൺ സിങ്ക് സമീപനം എന്ന് തമാശയായി പറയാറുണ്ട്. കിച്ചൺ സിങ്ക്? അതെ, പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ മോഡലിന് ആവശ്യമില്ലാത്ത, ഡിപ്പെൻഡന്റ് വേരിയബിളുമായി ബന്ധമില്ലാത്ത കോവേരിയേറ്റുകൾ ചേർത്താൽ ടെസ്റ്റിന്റെ ശക്തി, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ, കുറയാൻ സാധ്യതയുണ്ട്. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു വ്യത്യാസം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ വരും. ഒരുപാട് അപ്രസക്തമായ തെളിവുകൾക്കിടയിൽ യഥാർത്ഥ തുമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയാണിത്. വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമുക്കിതൊന്ന് ചുരുക്കി പറയാം. മാനക്കോവ എന്നത് നമ്മുടെ ഡിറ്റക്റ്റീവ് കിറ്റിലെ ഒരു ശക്തമായ ഉപകരണമാണ്. ഒന്നിലധികം ഔട്ട്കമുകളിൽ ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് ഘടകങ്ങളുടെ സ്വാധീനം ഒഴിവാക്കി കൃത്യമായ ഒരു ചിത്രം നൽകാൻ ഇത് സഹായിക്കുന്നു. അതെ. പക്ഷേ അതുപയോഗിക്കുന്നതിന് അതിൻ്റേതായ കർശനമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചിട്ടയായ ഒരു അന്വേഷണത്തിലൂടെ, അതായത് ഫോളോ അപ്പ് ടെസ്റ്റുകളിലൂടെ വേണം നിഗമനങ്ങളിലെത്താൻ. അതെ, തികച്ചും ശരിയാണ്. ആ നിയമങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഊന്നിപ്പറഞ്ഞ ഹോമോജീനിറ്റി ഓഫ് റിഗ്രഷൻ, പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വിശകലനത്തിന്റെ ആദ്യപടിയായി കാണണം. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു കോവേരിയേറ്റിന്റെ സ്വാധീനം ഒരു ശല്യമായി കണ്ട് അതിനെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ്.
ഉം, എന്നാൽ നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഹോമോജീനിറ്റി ഓഫ് റിഗ്രഷൻ എന്ന നിയമം ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒന്നുകൂടി ഓർത്തുനോക്കൂ. അതായത് കോവേരിയേറ്റും ഡിപ്പെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധം ഓരോ ഗ്രൂപ്പിലും വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥ. അതെ, അതൊരു പ്രശ്നമാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ നിയമം ലംഘിച്ചാൽ മാൻകോവ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും. അതെ, സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ അതിനെ ഒരു പ്രശ്നമായി കാണുന്നതിന് പകരം അതൊരു പുതിയ ഉൾക്കാഴ്ചയായി കാണാൻ ശ്രമിക്കുക. ഒരു ഇൻസൈറ്റ് ആയിട്ട്. അതെ, നിങ്ങളുടെ പഠനത്തിലെ ഗ്രൂപ്പുകൾ ആ കോവേരിയേറ്റിനോട് പ്രതികരിക്കുന്നത് തന്നെ വ്യത്യസ്ത രീതികളിലാണെന്നൊരു സുപ്രധാന കണ്ടെത്തലായിരിക്കാം അത്. നമ്മുടെ ഉദാഹരണത്തിലേക്ക് തിരികെ വന്നാൽ, ഒരു ടീച്ചിംഗ് രീതി ഉയർന്ന ഐക്യമുള്ള കുട്ടികൾക്ക് കൂടുതൽ ഗുണം ചെയ്യുമ്പോൾ മറ്റേ ടീച്ചിംഗ് രീതി ഒരുപക്ഷേ ശരാശരി ഐക്യമുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഫലപ്രദം എന്നായിരിക്കാം ആ കണ്ടെത്തൽ. ആ, ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒഴിവാക്കേണ്ട ഒരു ഘടകമെന്ന് നമ്മൾ കരുതിയത് ചിലപ്പോൾ നിങ്ങളുടെ പഠനത്തിലെ ഏറ്റവും രസകരമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറിയേക്കാം. ചിലപ്പോൾ ആ പ്രശ്നം തന്നെയാണ് നിങ്ങളുടെ കേസിന്റെ യഥാർത്ഥ ട്വിസ്റ്റ്.